ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു ഹിന്ദി ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ബോർഡ് എക്സാമിന് തയ്യാറാവുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ളതാണ്. ഓരോ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓരോ ക്ലാസ്സിലും ടീച്ചർ ഇടുന്നതാണ്. അക്കാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിതയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കിസ്കി രചന ഹേ? നാഗാർജുൻ കി രചന ഹേ. നാഗാർജുൻ എഴുതിയ കവിതയാണ് അക്കാൽ ഔർ ഉസ്കെ ബാദ്. കവി और कविता का परिचय देते हुए पंक्तियों का आशय लिखे. हिंदी के प्रमुख कवि नागार्जुन की कविता है अकाल और उसके बाद. इस कविता में कवि अकाल का वर्णन करते हैं. कवि कह रहे कि कई दिनों तक घर में अनाज नहीं था, जिससे चूल्हा जल नहीं सका और चक्की भी बंद रही. कानी कुतिया चुपचाप सोती रही, वो भी भोजन की प्रतीक्षा कर रही हो. करके छिपकलियाँ भी दीवारों पर लगातार घूमती रही और चूहे भी भूखे से परेशान थे. घर में खाने के लिए कुछ नहीं था, जिससे सभी जीव जंतु और मानव भूखे थे. ക്ഷാമം മൂലം വീട്ടിൽ പാചകം ചെയ്യാൻ ധാന്യങ്ങളില്ല, അടുപ്പ് കത്തിക്കാൻ സാധിക്കുന്നില്ല, അരകല്ല് വെറുതെ ഇരിക്കുകയാണ്. വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യാത്തത് കാരണം വീട്ടുകാരെ ആശ്രയിക്കുന്ന ഒറ്റക്കണ്ണി പട്ടിയും വിശന്നിരിക്കുന്നു. ആ വീട്ടിലെ അന്യപ്രാണികളുടെ അവസ്ഥയും ഇതുതന്നെയാണ്. ചുവരിലെ പല്ലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ആ വീട്ടിലെ എലിയും വിശന്നിരിക്കുന്നു. ഈ വരികളിൽ വീട്ടിൽ ആഹാരം പാചകം ചെയ്യാത്തത് കാരണം വീട്ടുകാരും ആ വീട്ടിലെ മറ്റ് പ്രാണികളും വിശന്നിരിക്കുന്നു എന്നാണ് ഈ വരികളിൽ കവി വിവരിക്കുന്നത്. വീട്ടിൽ പാചകം ചെയ്യാൻ ധാന്യം വരുമ്പോൾ വീട്ടിലെ അവസ്ഥയെക്കുറിച്ചാണ് ഈ വരികളിൽ കൂടി കവി വർണ്ണിക്കുന്നത്. കൈ ദിനോं के बाद घर के सभी लोगों की आंखों में खुशी की चमक आ गई. घर में अनाज के दाने आए. घर के आंगन से खाना पकने का धुआं कई दिनों के बाद उड़ा. भूख की समस्या खत्म हो रही है. कौवे ने भी अपने पंखों को खुजाया. अब उसे भी भोजन मिलने की उम्मीद है. വീട്ടിൽ പാചകം ചെയ്യാൻ ധാന്യങ്ങൾ വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. വീട്ടുകാർക്കും കാണിക്കുത്തിയേക്കും ചിപ്കലിയാം ചൂഹ ഇവർക്കെല്ലാം വളരെയധികം സന്തോഷമായി. വീട്ടിൽ അടുപ്പ് കത്തി, അടുപ്പിൽ നിന്നും പുകയുയർന്നു. കാക്കയ്ക്കും സന്തോഷമായി, അവനും ഭക്ഷണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായി. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. കവിതയിൽ നിന്നും 4 വരികൾ ചോദിക്കും. കവിയെക്കുറിച്ച് ആദ്യം എഴുതുക, അതിനുശേഷം കവിതയുടെ ആശയം എഴുതുക.